ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രതീഷ്. ഉന്മേഷ, ഗുഡ് മോർണിംഗ്. SITക്ക് നിർണായകമായ ദിവസമാണ്. നേരത്തെ വ്യവസായി ഡി മണിയെ ഇന്ന് SIT ചോദ്യം ചെയ്യും. ഇന്ന് SIT ഓഫീസിൽ ഹാജരാകാനാണ് ഡി മണിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഡി മണിയുടെ സഹായിയായ ബാലമുരുകനും ശ്രീകൃഷ്ണനും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഡി മണി നടത്തിയ കാര്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട SIT കടക്കുന്നുണ്ട്. ഒപ്പം ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി SIT അപേക്ഷ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെ ഉൾപ്പെടെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും SIT കടക്കുന്നത്. പത്മകുമാറിന്റെയും ഒപ്പം അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ MLA കൗൺസിലർ തർക്കത്തിൽ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ മുൻകാല ഭരണസമിതികൾ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. തുച്ഛമായ പൈസയ്ക്ക് നൽകിയ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ പലരും വൻ തുകയ്ക്ക് മറിച്ച് വിറ്റു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ മുഴുവൻ കണക്കുകളും എടുക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് VV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.